السلام عليكم ورحمة الله. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه أما بعد. ബഹുമാനരായ സഹോദരന്മാരെ, സൂറത്തുൽ അംബിയായിലെ 40 ആയത്തുകൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ ശേഷമുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അഥവാ സത്യനിഷേധികളായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ അവർക്ക് വരുമ്പോൾ ആ ശിക്ഷയെ തടുക്കാൻ ഒരു നിലക്കും അവർക്ക് സാധ്യമല്ല. അവരുടെ കരങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ളത് കൊണ്ടൊന്നും നരകത്തിൻ്റെ ശിക്ഷയും അതുപോലെ തന്നെ അവരുടെ മുഖവും അവരുടെ പാർശ്വഭാഗങ്ങളുമൊന്നും തടുക്കാൻ സാധിക്കില്ല. അള്ളാഹുവിൻ്റെ ശിക്ഷ വളരെ പെട്ടെന്നായിരിക്കും സംഭവിക്കുക. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വിശദീകരിച്ചിട്ടുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലഖദ് ഇസ്തുഹ്സിഅ ബിറുസുലിൻ മിൻ ഖബ്ലിക ഫഹാഖ ബില്ലദീന സഖിറൂ മിൻഹും മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. وَلَقَدِ اسْتُهْزِئَ بِرُسُلٍ مِّن قَبْلِكَ فَحَاقَ بِالَّذِينَ سَخِرُوا مِنْهُمْ مَا كَانُوا بِهِ يَسْتَهْزِئُونَ. وَلَقَدِ اسْتُهْزِئَ بِرُسُلٍ مِّن قَبْلِكَ فَحَاقَ بِالَّذِينَ سَخِرُوا مِنْهُمْ مَا كَانُوا بِهِ يَسْتَهْزِئُونَ. قُلْ مَنْ يَكْلَؤُكُمْ بِاللَّيْلِ وَالنَّهَارِ مِنَ الرَّحْمَنِ. قُلْ مَنْ يَكْلَؤُكُمْ بِاللَّيْلِ وَالنَّهَارِ مِنَ الرَّحْمَنِ. بل هم عن ذكر ربهم معرضون. بل هم عن ذكر ربهم معرضون. أم لهم آلهة تمنعهم من دوننا. أم لهم آلهة تمنعهم من دوننا. لا يستطيعون نصر أنفسهم ولا هم منا يصحبون. لا يستطيعون نصر أنفسهم ولا هم منا يصحبون. അതോതുമ്പോൾ വലഖദ് ഇസ്തുഹ്സിഅ എന്നല്ല, വലഖദ് ഇസ്തുഹ്സിഅ. അവിടെ ഹംസത്തുൽ വസ്ലാണ്, കൂട്ടി ഓതണം. വലഖദ് ഇസ്തുഹ്സിഅ എന്നാണ്. ബിറുസുലിൻ മിൻ ഖബ്ലിക, ബിറുസുലിൻ മിൻ. അവിടെ
തൻവീനുണ്ട് ബിറുസുലിൻ എന്നുള്ള ആ തൻവീനെ മീമിലേക്ക് ദഗാം ചെയ്ത് ഗുന്ന മണിച്ചിട്ട് ഓതണം. ബിറുസുലിൻ മിൻ ഖബലിക എന്നല്ല, ബിറുസുലിൻ മിൻ ഖബലിക. ഖാബ് ബ ഹുറൂഫുൽ ഖൽഖലാണ്, ഇവിടെ സുക്കൂനാണ്. അപ്പം മിൻ ഖബലിക ക ഖ എന്നല്ല, മിൻ ഖബലിക കേഫാണ്. ഒന്ന് ഖാഫും ഒന്ന് കേഫാണ്, വ്യത്യാസമുണ്ട്. ബിറുസുലിൻ മിൻ ഖബലിക ഫഹാഖ ബില്ലദീന, ഫഹാഖ ഖാഫാണ്. ബില്ലദീന സഖിറൂ മിൻഹും, സഖിറൂ മിൻഹും നോതായിരുന്നു പാടില്ല, നൂനെ വെളിവാക്കണം. സഖിറൂ മിൻഹും, കാരണം ഹ ആണ് ശേഷം വരുന്നത്, സാക്കിനായ നൂന് ശേഷം ഹ വന്നാൽ ഹ ഇളഹാറിൻ്റെ അക്ഷരമാണ്. ബൽ സഖിറൂ മിൻഹും, മിൻഹും പിന്നെ അവിടെ മ എന്നുള്ളതിന് മണിക്കണം, കാരണം രണ്ട് മീം ഒന്നിച്ച് വന്നു. അവിടെ ആദ്യത്തെ മീമ് സുക്കൂനാണ്, രണ്ടാമത്തെ മീമ് ഹർക്കത്തുകളാണ്. ഒന്നിനെ മറ്റൊന്നിലേക്ക് ഇദ്ഗാം ബിഗുന്ന. മിൻഹും ഉണ്ടോ, മിൻഹും എന്നുള്ള മീമ് സാക്കിനാണ്, മറ്റേ മീമ് ഹർക്കത്തുണ്ട്. ഒരു മീമിനെ മറ്റേ മീമിലേക്ക് എന്ത് ചെയ്യണം, ചേർത്ത് ഗുന്നത്തോട് ഉച്ചരിക്കണം. അപ്പം അതുകൊണ്ടാണ് മിൻഹും മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. യസ്തഹ്സിഊൻ ഹ ആണ്, യസ്തഹ്സിഊൻ ഐനല്ല ഹംസൻ. പിന്നെ ഖുൽ മൻ യക്ലഉകും ബില്ലൈൽ, ഖുൽ മൻ യക്ല, മൻ യക്ലഉ എന്നല്ല, അവിടെ യാ ഇദ്ഹാറിൻ്റെ അക്ഷരമല്ല. അപ്പം മൻ യക്ലഉകും ബില്ലൈൽ, അവിടെ യക്ലഉകും, അവിടെ മീമിനെ കുറച്ച് മണിക്കണം, കാരണം ശേഷം ബ ആണ് വരുന്നത്, സാക്കിനായ മീമിന് ശേഷം ബ വരും. യക്ലഉകും ബില്ലൈൽ, എക്ലഉക്കും ബില്ലൈൽ എന്നല്ല, എക്ലഉക്കും ബില്ലൈലി വന്നഹാരി, വന്നഹാരി റാക്ക് കസ്റാണ്, വന്നഹാരി എന്ന് പറഞ്ഞത്, വന്നഹാരി മിനർ റഹ്മാൻ. അവിടെ നിർത്തലാണ് കുറച്ച് നല്ലത്, അതാണ് അൽ വഖഫ് ഔല എന്നുള്ള ഖിലി അവിടെ കാണാം. പിന്നെ ബൽഹും അൻ ദിക്രി റബ്ബിഹിം മുഅ്രിദൂൻ, ബൽഹും അൻ ദിക്രി, അൻ ദിക്രി ദാ ഇദ്ഹാറിൻ്റെ അക്ഷരമില്ല, അതുകൊണ്ട് തന്നെ അൻ ദിക്രി റബ്ബിഹിം. പിന്നെ റബ്ബിഹിം എന്നുള്ളടത്ത് ഇദ്ഗാം ബിഗുന്ന, രണ്ട് അക്ഷരം ഒരുമിച്ച് വന്നു, മീം സാക്കിനത്തും മീം മുത്തഹരിക്കും ഒരുമിച്ച് വന്നു. അഥവാ സാക്കിനായ നൂനും സുക്കൂനില്ലാത്ത മീമും, നൂനല്ല മീം. അപ്പോൾ രണ്ട് മീമും ഒന്നിച്ച് വന്നാൽ ആദ്യത്തെ സുക്കൂനാണ്, ശ്രദ്ധ കൊടുക്കുക, അതാ ഇദ്ഗാം എന്ന് പറയും. ഇവിടെ ഉന്ന വേണം. റബ്ബിഹിം മുഅ്രിദൂൻ, മുഅ്രിദൂൻ ഐനാണ്, മുഅ്രിദൂൻ. പിന്നെ അം ലഹും ആലിഹത്തുൻ തംനഉഹും മിൻ ദു, അവിടെയൊക്കെ നോക്കുക, രണ്ട് മീം ഒരുമിച്ച് വന്നു. തംനഉഹും മിൻ ദൂനിന, തംനഉഹും മിൻ ദൂനിന എന്നല്ല, മിൻ ദൂനിന. ലാ യസ്തതീഊന, ലാ യസ്തതീഊന, ലാ യസ്തതീഊൻ, ഇസ്തതഅ ത, ഒന്ന് ത ആണ്, മറ്റേ ത്വ ആണ്. യസ്തതീഊന നസ്റ അൻഫുസിഹിം, നസ്റ അൻഫുസിഹിം. പിന്നെ വലാഹും മിൻ, അവിടെയൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ മീമിൻ്റെ മുകളിൽ തന്നെ വലാഹും മിന്നാ യുസ്ഹബൂൻ. ഇതാണ് ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം. അപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ വളരെ പെട്ടെന്നാണ് സംഭവിക്കുക. ബൽ തഅതീഹിം ബഗ്തതൻ ഫതബ്ഹതുഹും, ഫതബ്ഹതു എന്ന് നമ്മളെന്താ അർത്ഥം പറഞ്ഞതിന്, ബുഹിത്തം എന്ന് പറഞ്ഞാൽ അവരെ ആശ്ചര്യപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെ പിന്നെ സ്തബ്ധരാക്കി നിർത്തുക. അള്ളാഹുവിൻ്റെ ശിക്ഷ അവർക്ക് പെട്ടെന്ന് വന്നാൽ ഫതബ്ഹതുഹും, അതവരെ ആശ്ചര്യപ്പെടുത്തും എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ അവർക്കുണ്ടാകും. ഫലാ യസ്തതീഊന റദ്ദഹ, അള്ളാഹുവിൻ്റെ ആ ശിക്ഷ തടുക്കാൻ അവർക്ക് സാധിക്കുകയില്ല. വലാഹും യുൻദറൂൻ, അവർക്കിനി ഒരു അവധി കൊടുക്കുന്ന വിഷയമല്ല. ഏതായാലും ഇനി വന്ന് ഏതായാലും കുറച്ചുകൂടി അവധി കൊടുക്കാത്തൊരു ആവശ്യമല്ല.
എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വലഖദ്. വലഖദ് എന്ന് പറഞ്ഞാൽ ലഖദ് എന്ന് പറഞ്ഞാൽ എന്താ? തീർച്ചയായും. വലഖദ് ഖദ് എന്നുള്ളത് ശരിക്ക് തൗക്കീദിന് വേണ്ടി സാധാരണ മുളാരിൻ്റെ പിന്നിലാണെങ്കിൽ ചിലപ്പോൾ തൗക്കീദിനും അതുപോലെ തന്നെ ചിലപ്പോൾ അർത്ഥത്തിൽ വരും. ഇവിടെ മാദിയുടെ മുമ്പിലാണ്. മാദിയുടെ മുമ്പ് ഖദ് വന്നാൽ തീർച്ചയായും എന്നർത്ഥം. വലഖദ് എല്ലാം കുറച്ച് ഇബ്തിദ എന്ന് പറഞ്ഞ തൗക്കീദിന് വേണ്ടിയിട്ടാണ്. ഇപ്പം തീർച്ചയായും ഇസ്തുഹ്സിഅ. ഇസ്തഹ്സഅ എന്ന് പറഞ്ഞാൽ പരിഹസിച്ചു. ഇത് മജ്ഹൂലായ പ്രയോഗമാണ്. ഇസ്തഹ്സഅ ഇസ്തഹ്സഅ. ഹുസുവ് എന്ന് പറഞ്ഞാൽ എന്താ? ഹുസുവ് കളി തമാശ. അതാണ് തഖ്ദു ഹുസുവൻ ലഅബൻ വഹുസുവൻ എന്ന് കേട്ടില്ല, അതാണ് ഹസബ. അപ്പോൾ ഇസ്തുഹ്സിഅ എന്നാണ് ശരിക്കും. ഇസ്തഹ്സഅ എന്നാണ് ഫിഅല്. അതിൻ്റെ മജ്ഹൂലായ പ്രയോഗമാണ്. അഥവാ മജ്ഹൂലും മലയാളത്തിൽ എന്താ പറയുക? കർത്തരിയ കർമ്മണി പ്രയോഗം. വലഖദ് ഇസ്തുഹ്സിഅ. ഇസ്തിഹ്സാ ചെയ്യപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിക്കൊണ്ടും ഇസ്തിഹ്സാ ചെയ്യും. ഇസ്തിഹ്സാ എന്നാൽ പരിഹസിക്കപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും പരിഹസിക്കപ്പെട്ടിരിക്കുന്നു. ബി റുസുലിൻ. റസൂലുകളെ കൊണ്ട്. റസൂലുകൾ, റസൂലിൻ്റെ ജമ്മാണ് റസൂൽ. റസൂൽ എന്ന് പറഞ്ഞ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അംബിയ വിശദീകരിച്ചപ്പോൾ റസൂലും നബിമാരും തമ്മിൽ വ്യത്യാസമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റസൂലുകൾ അഥവാ അള്ളാഹുവിൻ്റെ ദിവ്യബോധനം നൽകപ്പെടുകയും പ്രബോധനത്തിന് വേണ്ടി കൽപ്പിക്കപ്പെടുകയും ചെയ്ത ആൾക്കാണ് പ്രവാചകന്മാർ, റസൂലുകൾ. തീർച്ചയായിക്കൊണ്ടും ഇസ്തിഹ്സ പരിഹാസത്തിന് വിധേയരാക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. ബി റുസുലിൻ പ്രവാചകന്മാരെ കൊണ്ട്, അല്ലെങ്കിൽ പ്രവാചകന്മാർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. മിൻ ഖബ്ലിക നിങ്ങൾക്ക് മുമ്പുള്ള, അഥവാ റസൂലെ താങ്കൾക്ക് മുമ്പുള്ള പ്രവാചകന്മാരെല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്? പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പരിഹാസം എന്ന് പറഞ്ഞാൽ പല രൂപത്തിലുണ്ടാവും. ആ റസൂലുള്ളാഹിൻ്റെ വ്യക്തിത്വത്തെ പരിഹസിക്കുന്നുണ്ട്, ആ കൊണ്ടുപോകുന്ന ആദർശത്തെ പരിഹസിക്കുന്നു, അള്ളാഹിൻ്റെ സുന്നത്തിനെ പരിഹസിക്കുന്നവരുണ്ട്, ഒരുപാട് തരത്തിൽ. അപ്പോൾ ഇതിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ലോകത്ത് ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെട്ടത് ഏറ്റവും സത്യസന്ധരായ ആൾക്കാരാണ്, അല്ലേ? റസൂലുകൾ കളവറിയോ, ചതിക്കോ, ഒരാൾ ചീറ്റ് ചെയ്യോ? ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യന്മാരാരാ? അള്ളാഹിൻ്റെ റസൂൽ പറയല്ലേ? ആ റസൂലുകൾ തീർച്ചയായും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇന്നത്തെ പരിഹാസമൊന്നും ഇപ്പോൾ ഒന്നുമല്ല. അള്ളാഹിൻ്റെ പ്രവാചകന്മാർ പരിഹസിക്കപ്പെടുന്ന ആ പ്രവാചകന്മാർ കൊണ്ടുവന്ന അവിടെ വ്യക്തിത്വത്തെ പരിഹസിച്ച ആൾക്കാരുണ്ട്, കൊണ്ടുവന്ന ആദർശത്തെ പരിഹസിച്ച ആൾക്കാരുണ്ട്, കൊണ്ടുവന്ന വേദഗ്രന്ഥത്തെ പരിഹസിച്ച ആൾക്കാരുണ്ട്, മുഅ്ജിസത്തിനെ പരിഹസിച്ച ആൾക്കാരുണ്ട്, ഉണ്ടല്ലോ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന ആദ്യം തറ സിഹ്റ എന്ന് പറഞ്ഞു, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സിഹ്റ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിൻ്റെത് പറ്റി സിഹ്ർ, സാഹിർ, മസൂർ എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പം ഇതൊരു പരിഹാസമാണ്. ലോകത്തെല്ലാ പ്രവാചകന്മാരും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ദീന് പറയുന്ന ആളുകളെ പരിഹസിക്കുക എന്നുള്ളത് ഇന്നും ഇന്നലെ എന്ത് ചെയ്യല്ല, തുടങ്ങിയല്ല. അപ്പം നമ്മൾ ആരും പരിഹസിക്കണമൊന്നുമില്ല, ആക്ഷേപിക്കണമൊന്നുമില്ല. അപ്പം നമ്മളെന്ത് ചെയ്യണം? പേടിക്കണം. നമുക്കെന്തോ ഒരു കുഴപ്പമുണ്ടെന്നതിനർത്ഥം, മനസ്സിലായേ? കാരണം അമ്പിയാക്കന്മാർ പറഞ്ഞ ദഅവത്ത് നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ എന്താവും? പരിഹാസം ഉണ്ടാവും, ഉറപ്പാണ്. ആക്ഷേപം ഉണ്ടാവും, ഉറപ്പാണ്. അപ്പം നമ്മളാരും ആക്ഷേപിക്കണില്ല, നമ്മളെല്ലാവരും സോപ്പിട്ടെടുക്കുകയാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? അത് പ്രവാചകന്മാരെ ദഅവത്തല്ല. പ്രവാചകന്മാർ ഏറ്റവും ഹക്ക് പറഞ്ഞ ആൾക്കാർ. ഒരാളൊരു അധിക്ഷേപിക്കുകയോ അള്ളാഹ്ക്ക് വെറുപ്പുള്ള അല്ലെങ്കിൽ അള്ളാഹിൻ്റെ മൻഹജിന്, അള്ളാഹിൻ്റെ സുന്നത്തിനെതിരായിക്കൊണ്ട് ഒന്നും ചെയ്യാത്ത അമ്പിയാക്കന്മാർ വരെ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. അമ്പിയാക്കന്മാർ മാത്രമല്ല, ആ അമ്പിയാക്കന്മാരുടെ പിൻഗാമികളായിട്ടുള്ള സഹാബത്തും പണ്ഡിതന്മാരും എല്ലാവരും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞു പരത്താത്ത കളവുകളുണ്ടോ? അദ്ദേഹം നജിദുകാരനാണ്, അതുകൊണ്ട് റസൂൽ പറഞ്ഞു നജിദ് എന്ന് പറയും, അതാണ്. അപ്പോൾ അദ്ദേഹത്തെ മുശ്രിക്കാക്കുന്ന ആളാണ്, അദ്ദേഹം കാബ കൊള്ളടിച്ച ആളാണ്, എന്തൊക്കെ പറഞ്ഞു. ഇവിടെ ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ പണ്ഡിതന്മാരെ പറ്റി എന്തൊക്കെ പറയുന്നുണ്ട്, ഇപ്പം നമ്മളെ പറ്റി എന്തൊക്കെ പറയുന്നുണ്ട്, അതൊന്നും മെയിൻ ചെയ്യണ്ട. അതൊക്കെ ഉണ്ടാവും. അതാണ് വലഖദ് ഇസ്തുഹ്സിഅ. ഇതെന്തിനാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്? ഇതെന്തിനാണ് റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുക്കണേ?
വലഖദ് ഇസ്തുഹ്സിഅ ബിറുസുലിൻ മിൻ ഖബ്ലിക, നബിയെ നിങ്ങൾക്ക് മുമ്പുള്ള നബിമാർ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് എന്തിനാണ് റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുക്കണത്? നബിക്കൊരു തസല്ലി, റസൂലുള്ളാഹിക്കൊരു സമ്മതം. ഇപ്പോൾ ഞാൻ മാത്രമല്ല, എല്ലാവരും ട്രിപ്പുണ്ട്, അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ എനിക്ക് മാത്രമെന്നല്ല, ഓനും സംഭവിച്ചെന്ന് പറഞ്ഞാൽ അതൊരു ആശ്വാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലുള്ള ആൾ വന്നിട്ട് പറഞ്ഞില്ലേ, അയിന അബീ ചോദിച്ചു, എൻ്റെ വാപ്പയുടെ ഫിന്നാർ. ചില ചോദ്യങ്ങളൊന്നും നബിനോട് ചോദിക്കാൻ പാടില്ല. ചോദിച്ചാൽ അതും ലാ തസ്അലു അൻ അശ്യാഇൻ തുബ്ദലക്കും തസുഉക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചില കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല, അതെങ്ങാനും നിങ്ങൾ വെളിപ്പെടുത്തപ്പെട്ടാൽ അത് നിങ്ങൾക്ക് ദോഷമായിരിക്കും. ബനൂ ഇസ്രായേലിനോട് പിന്നെയും ചോദിച്ചപ്പോൾ അവസാനം പോലെ ഇടങ്ങാറായില്ലേ, പിന്നെ ഫിന്നാർ, സങ്കടമായില്ലേ. ഇവിടെ പറഞ്ഞു ഇന്ന അബി വാബാക്ക് ഫിന്നാർ, സമാധാനായി, എൻ്റെ വാപ്പയും നിങ്ങളെ വാപ്പയും നരകത്ത്. ഇതുപോലെ നബി നിങ്ങൾ മാത്രമല്ല പരിഹസിക്കപ്പെടുകയും ആക്ഷേപിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് മുമ്പുള്ളവരും എല്ലാ പ്രവാചകന്മാർക്കും അതുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് വസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റസൂൽ, ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ നിങ്ങളും നബിയെ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ഷമിക്കണം എന്ന് അള്ളാഹു പറയാൻ കാരണം. അപ്പോൾ ഇതിൻ്റെ ഒരു സുന്നത്ത് ലോകത്തെല്ലാ സ്ഥലത്തും ഉണ്ടാവും, ഇസ്തിഹ്സാ. അതുകൊണ്ട് തന്നെ ഇസ്തിഹ്സാ എന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കാഫിരീങ്ങളെ ആദത്താണ്. പ്രവാചകന്മാരെ പരിഹസിക്കുക, പ്രവാചകന്മാർ കൊണ്ടുവന്ന ആദർശത്തെ പരിഹസിക്കുക, ഇതൊക്കെ കാഫിരീങ്ങളുടെ ആദത്ത്. അപ്പം ഞാൻ ഈ ഇവിടുത്തെ പരപ്പനങ്ങാടിത്ത് മറുപടി പറയുന്ന ഗണ്ണനത്തിൻ്റെ പോലെ നിന്ന് കേട്ടപ്പോൾ ഒരു ചങ്ങായി ജാബിറമാനി പറയാണ്, ഇമാം ബുഖാരിയെ സംബന്ധിച്ച് നമ്മൾ ഇമാമെന്ന് പോലും പറയാൻ പാടില്ല. പക്ഷെ അത് മറ്റൊന്നോട്ടുണ്ട്, നമ്മൾ ഇമാമും ഖുർആനാണ്. ഇമാം ബുഖാരി ദീനിൻ്റെ ഇമാമെന്ന് പറയാൻ പാടില്ല. ആലോചിച്ച് വന്നിട്ട് കൊടുക്കാൻ പോകണമെന്നുള്ള ആലോചിച്ച്. ഈ പരിഹസിച്ച് കഴിഞ്ഞാൽ ദീനിനെ പരിഹസിച്ചാൽ കൊടുക്കാൻ പോവുക. ഇമാം ബുഖാരി ഇമാമല്ല, പിന്നെ ആരപ്പം നമ്മൾ ഇമാമിഞ്ഞ്? ഖുർആൻ ഇപ്പം എല്ലാവർക്കും ഇമാമന്നല്ലോ, ഖാദിയാനിയക്കും ചേകനൂരിയക്കും എല്ലാവർക്കും ഖുർആനാണ് ഇമാം. ആലോചിച്ച് ആ ഖുർആൻ അനുസരിച്ച് കൊണ്ട് പറഞ്ഞെന്ന ഇമ്മത്തുകൾ അൽ ഉലമാ വറസത്തുൽ അംബിയ എന്ന് നബി പഠിപ്പിച്ചല്ലേ, ആ ഇമാമികളാണ്. അതുപോലെ ദീനിൻ്റെ ഇമാമാക്കാൻ പറ്റില്ല എന്നാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച എല്ലാ ദിവസങ്ങളും സ്വീകരിക്കുകയും ചോദിച്ചു പിന്നെ മറുപടി അറിയപ്പോഴാണ് പറഞ്ഞത്. ആലോചിച്ച് നോക്കണം. ഇതൊക്കെ എന്താ വെച്ചാൽ പരിഹാസത്തിൻ്റെ ഒരു പരിണിത ഫലമാണ്. അള്ളാഹിൻ്റെ ദീനിനെ പരിഹസിച്ചാൽ അങ്ങനെ തെറ്റിയാണ് പോകും. നമുക്കറിയില്ലെങ്കിൽ ഉണ്ടാക്കുക. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല എന്ന് പറഞ്ഞില്ലേ. ഇതിൽ അള്ളാഹ് പറയുന്നത് ഫഹാഖ ബില്ലദീന സഖറു, ഫനറ ഫഉ സബബിയാൻ. ആ കാരണം കൊണ്ട് ഏത് കാരണം കൊണ്ട്? അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ പരീക്ഷിച്ച കാരണം കൊണ്ട്. ഹാഖ എന്ന് പറഞ്ഞാൽ അഹാത്ത എന്നർത്ഥം. ഹാഖ എന്ന് പറഞ്ഞാൽ വലയം ചെയ്തു എന്നർത്ഥം. അവരെ പിടികൂടി, അവരെ വലയം ചെയ്തു. ഹാഖ ഖുർആനിൽ അൽ ഹാഖത്തു മൽ ഹാഖ, അവരെ വലയം ചെയ്യുന്ന ആ മഹാസംഭവം, പിടികൂടുന്ന മഹാസംഭവം, അതാണ് ഫഹാഖ. അപ്പോൾ അവരെ പിടികൂടി. ആരെ? ബില്ലദീന, ഒരു വിഭാഗം ആളുകൾ. അവരാരാണ്? സഹറു, അവർ പരിഹസിച്ചിരിക്കുന്നു. അപ്പോൾ ഇസ്തിഹ്സാഇന്റെ മറ്റൊരു പദമാണ്, പര്യായ പദമാണ് സഹിറു. അവർ പരിഹസിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കളിയാക്കിയിരിക്കുന്നു. ആരിൽ നിന്ന്? ഈ മിൻഹും, ഈ ആളുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ പരിഹസിച്ച ആളുകളെ പിടികൂടി. എന്ത് പിടികൂടി? ഒന്ന്. എന്താ അവരെ പിടികൂടിയത്? ഒന്ന് അവരെ പിടികൂടി. കാനൂ ബിഹി യസ്തഹ്സിഊൻ, എന്തിനെയാണോ അവർ പരിഹസിച്ചിരുന്നത് അതേ കാര്യം തന്നെ അവരെ പിടികൂടി. ഇപ്പം ഏറ്റവും നല്ല ഉദാഹരണം ഇപ്പം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലുണ്ടാക്കിയല്ലോ. കപ്പലുണ്ടാക്കിയപ്പോൾ എന്താ ചെയ്ത്? പരിഹസിച്ച്. അവസാനം എന്താ ഉണ്ടായത്? അവിടെ വെള്ളപ്പൊക്കമുണ്ടായി. ആ കപ്പലുള്ള ആളുകൾ മാത്രം രക്ഷപ്പെടുന്ന അവസ്ഥ ഉണ്ടായല്ലോ. ഇതേപോലെ തന്നെ എല്ലാ പ്രവാചകന്മാരും ഇപ്പോൾ ശിക്ഷ വരാൻ വേണ്ടി തിരക്ക് കൂട്ടിയ ഒരുപാട് കൗമുകളുണ്ട്. ആദ്യ സമുദായമാണെങ്കിലും നിറ ഒരു പരിഹാസത്തിന് എന്താ വരാത്തെന്നിങ്ങനെ പിന്നെ നോക്കുന്ന ആൾക്കാരുണ്ട്. യഥാർത്ഥത്തിൽ ബദർ നോക്കുക. ബദർ യഥാർത്ഥത്തിൽ മക്കയിലെ മുശ്രിക്കുകൾക്കുള്ള അള്ളാൻ്റെ അദാബായിരുന്നു. മക്കയിലെ മുശ്രിക്കുകൾക്കുള്ള അള്ളാൻ്റെ അദാബായിരുന്നു. കാരണം ബദറിൽ ഇനി മരിക്കാത്തത് പ്രധാനപ്പെട്ട ആ അബൂ സുഫിയാൻ അടക്കമുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്തത്? പിന്നെ മുസ്ലിമാക്കാൻ അള്ളാൻ്റെ തീരുമാനമാണ്.
പിന്നെ അദ്ദേഹം അടക്കമുള്ള കുറച്ച് ആൾക്കാർ മാത്രമല്ല, അത് ബാക്കിയുള്ള എല്ലാ നേതാക്കന്മാരും ബദറിൽ മരിച്ചല്ലോ. അപ്പം അതൊരു ശിക്ഷയാണ് അദാബിൻ്റെ. അദാബ് പല കോലത്തിൽ വരും. അപ്പോൾ അവർ എന്താണോ പരിഹസിച്ചത് ആ പരിഹസിച്ച അതേ കാര്യം അവരെ അള്ളാഹ് ഈ പരിഹാസം കൊണ്ട് എന്ത് ചെയ്തു? അവർക്ക് കൊടുത്തു. അപ്പോൾ ഇന്ന് ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാണ്ട്, അള്ളാഹുവിൻ്റെ ദീനിനെ പരിഹസിച്ച് കഴിഞ്ഞാൽ ആ പരിഹാസം അവനെന്താവും? തിരിച്ചടിയാവും. ദുനിയാവ് തന്നെ എന്ത് ചെയ്യും? ആ തിരിച്ചടി കിട്ടും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ച ആരെയും ദുനിയാവിൽ അള്ളാഹ് വെറുതെ വിട്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒന്നാമതായിക്കൊണ്ട് തബ്ബല്ലക അലിഹാദ ജമാഅത്തന ചോദിച്ച ആളാരാ? അബൂലഹബ്. തബ്ബത് യദാ അബീ ലഹബിൻ വത്തബ്. അവരിനകത്ത് ലോകത്തുള്ള ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മുസ്ലിമീങ്ങളുടെ നാവിലൂടെ അവൻ ശപിക്കപ്പെട്ടിരിക്കും. പിന്നെ അവൻ്റെ മരണം എങ്ങനെ ഞങ്ങൾക്കറിയാലോ. അബൂലഹബിൻ്റെ മരണം എന്ന് പറഞ്ഞാൽ ആ മക്കത്തെ മുശ്രിക്കുകൾ പോലും അവൻ്റെ അടുത്തേക്ക് അടുക്കാൻ കഴിയാതെ ശരീരം ചീഞ്ഞ് നാറി പൊഴുത്തിട്ടാണ് മരിക്കുന്നത്. ഇതൊരു സംഭവമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ഇബ്നുൽ ഖയ്യിമിന് ഒരു കിതാബുണ്ട് ഈ വിഷയത്തിൽ. അതായത് പിന്നെ ഇബ്നു തൈമിയ്യക്കുണ്ട് അസ്വാരിമുൽ മസ്ലൂൽ അലാ ശാത്തിമിർ റസൂൽ എന്ന് പറഞ്ഞിട്ട്. അസ്വാരിമുൽ മസ്ലൂൽ അലാ ശാത്തിമിർ റസൂൽ. റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞ് പരിഹസിക്കുന്നവന് ഊരിയ വാളാണ് അതിൻ്റെ പരിഹാരം എന്ന് പറഞ്ഞ ഇസ്ലാമിക രാജ്യത്ത് ഒരു തല പോവും. എന്നിട്ട് പിന്നെ ഒരുപാട് സംഭവങ്ങൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി സംഭവത്തിൽ കൊടുക്കുന്നുണ്ട്. റസൂലുള്ളാഹിനെ പരിഹസിച്ച ആൾക്കാർ, റസൂലുള്ളാഹിൻ്റെ പിന്നെ എന്താ പറയുക, പിന്നെ പ്രവാചകനെ വ്യക്തിപരമായി കൊണ്ട് നിക്ഷേപിച്ച ആൾക്കാർ, അവരൊക്കെ അപ്പം തന്നെ ഇപ്പോൾ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ വന്നൊരു ക്രിസ്ത്യാനിയായ വിശ്വാസിയായി പിന്നീട് വീണ്ടും ക്രിസ്ത്യൻ മതത്തിലേക്ക് തിരിച്ചുപോയി റസൂലുള്ളാഹിനെ പറ്റി ആക്ഷേപം പറഞ്ഞു. അയാൾ മരിച്ചപ്പോൾ എന്ത് ചെയ്തു? ഭൂമി അയാളെ പുറത്തേക്ക് ഇട്ടു മയ്യത്ത്. അപ്പോൾ ഓല് പറഞ്ഞു ഇത് മുഹമ്മദും കൂട്ടർ ചെയ്ത പണിയാണ്. വീണ്ടും ആഴത്തിൽ കുഴിച്ചു, പക്ഷെ പിറ്റേ നോക്കുമ്പോൾ വീണ്ടും ബോഡി പുറത്ത്. ഓക്കത ലഫദത്തുല്ലാറുള്ളത്, ഭൂമി അതിനെ പുറന്തള്ളിയെന്ന്. ഭൂമി പോലും അതിനെടുക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ച ആൾക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുക്കും. അപ്പോൾ അതാണ് ഫഹാഖ ബില്ലദീന സഖറു മിൻഹും മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. ഇത് ദുനിയാവിൽ അസ്വാരിബുൽ മസ്ലൂൽ അലാ ശാത്തിമിർ റസൂൽ. അസ്വാരിബുൽ മസ്ലൂൽ അലാ ശാത്തിമിർ റസൂൽ. അതിൽ പിന്നെ ഖാറൂൻ്റെ സംഭവം ഇബ്നു തൈമിയ്യ കൊടുക്കുന്നുണ്ട്. അപ്പം ഖാറൂൻ എപ്പോഴാണ് ഭൂമിയിലേക്ക്, മുമ്പ് പറഞ്ഞിട്ടുള്ള സംഭവം, ഖാറൂൻ എപ്പോഴാണ് ഭൂമിയിലേക്ക് അത് ആഴ്ത്തുന്നതിൽ കൊടുക്കുന്നുണ്ട്. ഖാറൂൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് വ്യഭിചാര ആരോപണം പറഞ്ഞു. ഒരു പെണ്ണിനെ വാടകയ്ക്കെടുത്തിട്ട് ആ പെണ്ണിനെ കൊണ്ട് മൂസാ നബി ഈയുമായിക്കൊണ്ട് എനിക്ക് ബന്ധമുണ്ടെന്ന് ഒരു അഭിസാരികയായ വ്യഭിചാരിണിയായ പെണ്ണിനെ വാടകയ്ക്കെടുത്തിട്ട് ഖാറൂൻ പറയിപ്പിച്ചു. ഇത് പറയണം, എനിക്ക് പൈസ തരും ഞാൻ. പക്ഷെ പെണ്ണ് മൂസാ നബിനെ പോലത്തെ ഒരു വ്യക്തിത്വത്തെ സംബന്ധിച്ച് പറയാൻ മടിക്കുകയും അത് പിന്നീട് മൂസാ നബിക്ക് വിവരം കിട്ടുകയും ചെയ്തു. പക്ഷെ പെണ്ണ് പറഞ്ഞില്ല. ഇതൊക്കെ ചോദിക്കാൻ ചെന്നു ഖാറൂനോട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ ഇതിൽ കാണാം, പിന്നെ അയാൾ ആദ്യം കാലിൻ്റെ നെര്യാണി വരെ താഴ്ത്തി ഭൂമിക്കല്ല, പൊന്താൻ കഴിയണില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, നിങ്ങൾ തോപ ചെയ്യുന്നുണ്ടോ? ഇല്ല. പിന്നെയും താഴ്ത്തി, മുട്ട് വരെ താഴ്ത്തി. ഇങ്ങനെ ഘട്ടമായിട്ടാണ് അവസാനം താഴ്ത്തി മൂസാ നബി അവൻ്റെ ഭൂമിയടക്കം. അതാണ് ഹസഫ്നാ ബിഹി വബിദാരിഹിൽ അർള എന്നുണ്ടല്ലോ, അവനെയും അവൻ്റെ വീടിനെയും പിടിച്ച് താഴ്ത്തുന്നുണ്ടല്ലോ. ആ താഴ്ത്താൻ കാരണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അപവാദം എന്ത് ചെയ്തു? ഇവിടെ ചരിപ്പിച്ചു. എത്രത്തോളം ചോദിച്ചു നോക്കണം, ആലോചിച്ച് നോക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് മുനാഫിക്കുകൾ അപവാദ പ്രചരണം നടത്തിയല്ലോ. അതിൽ മുനാഫിക്കുകൾ വല്ലദീ തവല്ല കിബ്റഹു മിൻഹും ലഹു അദാബുൻ അലീം എന്നുള്ള അവർക്ക് പിന്നെ വലിയ ഇത് കൊടുത്ത, എന്താ പറയുക, പങ്കുവഹിച്ചതിൻ്റെ വലിയ നേതാവിന് അള്ളാഹ് വേറെ ശിക്ഷ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ ചില സഹാബത്ത് അറിയാതെ പങ്കെടുത്തിരുന്നു. അതിൽപ്പെട്ട ഒരാളാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിൻ്റെ കവിയായിരുന്നു. പക്ഷേ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു.
അതെപ്പോഴും പറയാറുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രാർത്ഥനയുടെ ആ ഊക്കായിരിക്കാൻ. അത്രയും ചെയ്യാത്തൊരു കുറ്റം മാത്രമല്ല, മുസ്ലിമീങ്ങളാകെ പ്രതിസന്ധിയിലായി നിൽക്കുന്ന അവസ്ഥയല്ലേ. അപ്പോൾ ഇതാണ് പ്രവാചകന്മാരെ എന്താണ്, ഇന്നല്ലദീന യുഊദൂന അല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയ. അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും ഉപദ്രവിക്കുന്നവർ ദുനിയാവിൽ തന്നെ എന്ത് ചെയ്യും, അവർക്ക് എന്താ പറയുക, ശിക്ഷ ഉണ്ടാവും. അത് നമ്മൾ ശരിക്കും പേടിക്കേണ്ട കാര്യമാണ്. ഒരാൾ ദീന് ചെയ്യുന്നില്ലെങ്കിൽ അത് വേറെ കാര്യം. പക്ഷെ ദീനിനെ പരിഹസിക്കുക, പ്രവാചകന്മാരെ പരിഹസിക്കുക എന്നുള്ള ഇസ്തിഹ്സാഇന്റെ ഹുക്കുമ് വേറെ. ശരിയല്ലേ? ഒരാൾ നിസ്കരിക്കണില്ലെങ്കിൽ ആ നിസ്കരിക്കാത്തതിൻ്റെ കുറ്റം കിട്ടും. പക്ഷെ നിസ്കാരത്തെ പരിഹസിച്ചാലോ ഇസ്ലാം എന്ന് ഔട്ടാവും. ഒറ്റ പരിഹാസം മതി. അള്ളാഹുവിൻ്റെ പരിഹസിക്കുക, പ്രവാചകന്മാരെ പരിഹസിക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. പ്രവാചകന്മാരെ മാത്രമല്ല, ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഇസ്ലാമിൻ്റെ ഷിആറുകൾ, വസ്ത്രം, പർദ്ദ, താടി, അതുപോലെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇതെല്ലാം പരിഹസിക്കുക. ഹജറുൽ അസ്വദ്, സംസം, ഇതിനൊക്കെ ഇസ്തിഹ്സാ ചെയ്താൽ അതും ഷിആർ ദീനിനെ പരിഹസിക്കലാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ സഹാബത്തിനെ പരിഹസിച്ച അവരെ പറ്റി ആയത്തിറങ്ങിയപ്പോൾ ഖുൽ ബില്ലാഹി വആയാതിഹി വറസൂലിഹി കുന്തും തസ്തഹ്സിഊൻ. സഹാബത്തിനെ പറ്റി അള്ളാഹു പറഞ്ഞില്ല. ഒരു പരിഹസിച്ച റസൂലുള്ളാഹിൻ്റെ സഹാബത്തിനാണ്. അഹ്സാബ് യുദ്ധത്തിൽ റസൂലുള്ളാഹിനേക്കാൾ സഹാബത്തിനേക്കാൾ വലിയ ഭീരുക്കളും തീറ്റ കൊതിയന്മാരും ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് ചില മുനാഫിക്കുകൾ പറഞ്ഞപ്പോൾ അള്ളാഹ് ആയത്തിറക്കിയപ്പോൾ എന്താ പറഞ്ഞാൽ, ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുന്തും തസ്തഹ്സിഊൻ. നിങ്ങൾ അള്ളാഹുനെയും റസൂലിനെയും അള്ളാഹിൻ്റെ ആയത്തിനെയുമാണ് പരിഹസിക്കുന്നത്. ഒരു മൂന്നെണ്ണം പരിഹസിച്ചില്ല. ഒരു പരിഹസിച്ച റസൂലുള്ളാഹിയുടെ സഹാബത്തിനാണ്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ സഹാബത്തിനെ പരിഹസിച്ചാൽ അള്ളാഹിനെയും റസൂലുള്ളാഹിനെയും അള്ളാഹിൻ്റെ ആയത്തിനെയും പരിഹസിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്തിഹ്സാ വളരെ വളരെ ഗുരുതരമായ തെറ്റാണ്. അതുകൊണ്ടാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് നവാഖിദുൽ ഇസ്ലാമിൽ 10 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിലൊന്നാണ് ഇസ്തിഹ്സാ ബിദ്ദീൻ. ദീനിൽ നിന്ന് പുറത്തു പോകണ 10 കാര്യങ്ങൾ. ഒന്ന് ദീന് പരിഹാസം. വലോ അമില ബിഹി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അവൻ പണി എടുക്കണതാണെങ്കിൽ പോലും. ഒരാൾ താടി വെച്ചിട്ടുണ്ട്, പക്ഷെ താടിനെ പരിഹസിക്കുന്നുണ്ട്. നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ നിസ്കാരത്തെ പരിഹസിക്കുന്നുണ്ട്. അപ്പോൾ നിസ്കരിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് അവൻ്റെ കുഫറില്ലാതാവില്ല. മനസ്സിലല്ലേ? അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് ഇസ്തിഹ്സാ. കാരണം ഇസ്തിഹ്സാ എന്ന് പറഞ്ഞാൽ അത്രയും കളിതമാശയായി സ്വീകരിക്കുന്ന ഒരു ഗൗരവം ഇല്ലാത്ത ഒരു തമാശയൊക്കെ നമ്മളാളെ കോഴിയൊക്കെ അറിയില്ലേ. മനസ്സിലല്ലേ? ഇനി അള്ളാഹ് ചോദിക്കണം, ഖുൽ നബി, ഈ ആളുകളോട്, പരിഹസിക്കുന്ന ആൾക്കാരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കി, നിങ്ങൾ മൻ യക്ലഉകും ബില്ലൈലി വന്നഹാരി, നിങ്ങളെ ആരാണ് കല എന്ന് പറഞ്ഞാൽ ഹഫിള എന്നർത്ഥം. കല അതായത് നിങ്ങളെ ആരാണ് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഖുൽ മൻ യക്ലഉകും, കല എന്ന് പറഞ്ഞാൽ സംരക്ഷിച്ചു എന്നർത്ഥം. അപ്പം നിങ്ങൾ ആരാണ് സംരക്ഷിക്കുന്നത്? കല യക്ലഉ. യക്ലഉ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക. അപ്പം നിങ്ങൾ ആരാണ് സംരക്ഷിക്കുന്നത്? ബില്ലൈലി വന്നഹാരി, രാവിലും പകലിലും എന്ന് പറഞ്ഞാൽ 24 അവർ, 24 മണിക്കൂറും നിങ്ങൾക്കാരാണ് സംരക്ഷണം നൽകുന്നത്? മിനർ റഹ്മാൻ, അള്ളാഹുവിൽ നിന്ന്. എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഒരു കാര്യം നിങ്ങളിൽ നടപ്പാക്കാൻ ഉദ്ദേശിച്ചാൽ രാവിലോ പകലിലോ ആകട്ടെ, ആരാണ് നിങ്ങൾക്ക് സംരക്ഷണം നൽകുക? നിങ്ങൾ ഈ പറഞ്ഞ പരിഹസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊന്നും നിങ്ങൾക്ക് സംരക്ഷണം നൽകുക. നിങ്ങൾ ആരെയാണോ സംരക്ഷകനായി കാണുന്നത് അവരും നിങ്ങൾ സംരക്ഷണം നൽകുന്നവരല്ല. അപ്പം അള്ളാഹുവിൻ്റെ അദാബ് രാത്രിയോ പകലോ വന്നാൽ അതിൽ നിന്ന് സംരക്ഷിക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. അപ്പം ഈ ഇസ്തിഹ്സാ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അള്ളാഹ് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പരിഹസിക്കുന്നത് അവർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് രക്ഷ ഉണ്ടാവില്ല. അതാണ് ഫഅഖബില്ലദീന സഖറു മിൻഹും മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ എന്ന് പറഞ്ഞല്ലോ. അവർ പരിഹസിക്കുന്നു എന്നവർക്ക് വന്നാൽ പിന്നെ അവർക്ക് രക്ഷയില്ല. പിന്നെ അള്ളാഹുവിൽ നിന്ന് അദാബിൽ രക്ഷിക്കാൻ അവർക്കാർക്കും തന്നെ സാധ്യമല്ല. ഇത് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയെടുത്തൊക്കെ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യൻ ഇത്ര ദുർബലനായി പോകുന്ന അവസ്ഥയാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് മുമ്പിലുണ്ടാകുക. ബൽ, മാത്രവുമല്ല, ഹും അൻ ദിക്രി റബ്ബിഹിം മുഅ്രിദൂൻ. അൻ ദിക്രി റബ്ബിഹിം, അള്ളാഹുവിൻ്റെ ദിക്റിനെ തൊട്ട്. ഇവിടെ മുഫസ്സിറുകൾ പറഞ്ഞ ഖുശുദ്ധ ഖുർആനാണ്. ഈ ഖുർആനിനെ സംബന്ധിച്ച് അവർ പിന്തിരിഞ്ഞു കളയുന്നവരാണ്.
അപ്പം അള്ളാഹുവിൻ്റെ അദാബിൽ നിന്ന് സംരക്ഷിക്കാൻ, അള്ളാഹുവിൻ്റെ അദാബിൽ നിന്ന് അവരെ കാക്കാൻ അല്ലാത്തവരുണ്ടാവില്ല. മാത്രവുമല്ല, അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ടും പിന്നെയും അള്ളാഹുവിൻ്റെ ദിക്റിനെ തൊട്ട്, പടച്ചോൻ്റെ ഖുർആനെ തൊട്ട് അവരെന്താണ് അറള എന്ന് പറഞ്ഞെന്താ? ശരിക്ക് അറള എന്ന് പറഞ്ഞാൽ പ്രദർശിപ്പിച്ചു എന്നർത്ഥം. ശരിക്ക് മഅറൾ എന്നൊക്കെ പറഞ്ഞാൽ എക്സിബിഷൻ പറയും, മാരിത് മഅറൾ എന്നൊക്കെ പറയും. അപ്പം അറള എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രദർശിപ്പിക്കുന്ന പറഞ്ഞാൽ അവൻ മറ്റൊരു ഭാഗത്തേക്ക്, ഇവിടെ അറള പ്രദർശിപ്പിക്കുക എന്നർത്ഥമുണ്ട്, പിന്തിരിയ എന്നർത്ഥമുണ്ട്. ഇവിടെ മുഅരിദൂൻ എന്ന് പറഞ്ഞാൽ പിന്തിരിയുന്നവർ. അപ്പം അള്ളാഹുവിൻ്റെ ദിക്റായ ഖുർആനിൽ നിന്ന് പിന്തിരിയുന്നവരാണ് ഈ ആളുകൾ. അപ്പം ഈ ആളുകളാണ് ദീനിനെ പരിഹസിക്കുക. അള്ളാഹിൻ്റെ ഖുർആൻ പഠിക്കാത്തവർ, അള്ളാഹിൻ്റെ ദീൻ മനസ്സിലാക്കാത്തവർ, അള്ളാഹുവിൻ്റെ ദീൻ എന്താണെന്ന് തിരിയാത്തവർ, അവർക്കാണ് ഈ പരിഹാസവും ഇസ്തിഹ്സാവൊക്കെ ഉണ്ടാകുക. മനസ്സിലായില്ലേ? ഇപ്പം ഈ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ഈ ദീനിൻ്റെ ഉലമാക്കളെ പരിഹസിക്കലും ഇതിൻ്റെ ഭാഗം തന്നെയാണ്. ഇപ്പം ഈ ഇഖ്വാനികളൊക്കെ കണ്ടില്ല നിങ്ങൾ? പിന്നെ ഇഖ്വാനികൾ ഇപ്പം നമ്മൾ പഠിക്കുന്ന മദ്ഖലി അല്ലേ, യഥാർത്ഥ ഷെയ്ഖ് മുഹമ്മദ് റബീ ബിൻ ഹാദി അൽ മദ്ഖലിയുമായിക്കൊണ്ട് ചേർത്തിട്ടാണ് മദ്ഖലികൾ എന്ന് വിളിക്കുക. അപ്പം അതൊരു പരിഹാസമാണ്. മദ്ഖലി എന്നുള്ള മടുക്കലി എന്നൊക്കെ പറയും ചില ആൾക്കാർ. ഇസ്തിഹ്സാണ്. ആ ദീനിൻ്റെ ഉലമാക്കളെ പരിഹസിക്കുക എന്നുള്ളതും ഇതിൻ്റെ ഭാഗം തന്നെയാണ്. കാരണം റസൂലുള്ളാഹിൻ്റെ സഹാബത്ത് പരിഹസിച്ചപ്പോൾ അല്ലാഹു ആയത്തിറക്കിയല്ലോ. അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന്, ഖുർആനിൽ നിന്ന് അവർ പിന്തിരിഞ്ഞ് കളയുന്നവരാണ്. ആ തിരിയുന്നവരായിരിക്കും അള്ളാഹുവിൻ്റെ ദീനിനെ പരിഹസിക്കുക. അങ്ങനെയുള്ള ആളുകൾക്ക് രാവും പകലും അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണവും ഉണ്ടായിരിക്കുമല്ലോ. ഏത് സമയത്തും അള്ളാഹുവിൻ്റെ അദാബ് അവരിലേക്ക് വരാം. അതാണ് മൻ യഖ്ലഉക്കും ബില്ലൈലി വന്നഹാർ എന്ന് പറഞ്ഞത്. ഏത് സമയത്തും അള്ളാഹുവിൻ്റെ അദാബ് അവർക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. അവിടെ രാത്രിയാണ് അള്ളാഹ് എന്ത് ചെയ്തിട്ടുള്ളത്? മുന്തിച്ചിട്ടുള്ളത്. അദാബ് പറയുമ്പോൾ ഒക്കെ അധികം രാത്രിയിലാണ് അള്ളാഹ് എന്ത് ചെയ്യുക? മുന്തിക്കുക. അധിക ശിക്ഷകളും അള്ളാഹു ഇറക്കിയിട്ടുള്ളതും ഏത് സമയത്ത് തന്നെ? രാത്രിയാണ്. ശരി. അതുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹിജ്റ പോകാൻ പറഞ്ഞ രാത്രിയാണ്. റസൂൽ ഹിജ്റ പോകുന്നത് രാത്രിയാണ്. അതുപോലെ തന്നെ പിന്നെ എല്ലാ പ്രവാചകന്മാരും പലായനം ചെയ്തതൊക്കെ അധികം രാത്രി സമയത്താണ് ഇറങ്ങുന്നതും. ശിക്ഷ, അള്ളാഹിൻ്റെ ശിക്ഷ ഇറങ്ങുന്നതും ഫസാഹ സബാഹുൽ മുന്തിരി എന്നൊക്കെ പറഞ്ഞില്ലേ. പ്രഭാതമായി നോക്കുമ്പോൾ അവർക്ക് എത്ര മോശമായ അവസ്ഥയാണ്. നിറം അങ്ങനെ കാനഹും അജാസുൻ അഖലിൻ ഖാവിയ, വെട്ടിയിട്ട് ഈത്തമന മൂലം ഇങ്ങനെ തടി കിടക്കുന്നുണ്ട്. രാത്രിയാണ് അവർക്ക് ഘോരഘോരമായ ശബ്ദം വന്നിട്ടുള്ളത്. അപ്പോൾ രാത്രി ഇല്ലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു അദാബ് വരുമ്പോൾ അതിന് ഭീകരത കൂടും. പകലിപ്പോൾ നമുക്കൊരു ഭൂമികുലുക്കം വന്നാൽ നമുക്ക് എവിടെയെങ്കിലും ഇറങ്ങി പായാൻ നിൽക്കാം. പക്ഷെ രാത്രി എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ അതിന് പ്രയാസം കൂടുതൽ ചെയ്യുക. അപ്പം അതുകൊണ്ട് തന്നെ രാത്രിയാണ്. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ശരിക്ക് ഈ ന്യൂ ഇയറിനൊക്കെ ഉള്ള ആളുകളുണ്ടല്ലേ, രാത്രിയാണല്ലോ നമ്മളെ ആളുകൾ ഫുള്ള് ചാടലും കുടിക്കലും മതിക്കലൊക്കെ. ശരിക്കും അള്ളാഹുവിൻ്റെ അദാബ് പകലിനേക്കാൾ കൂടുതൽ വരാൻ സാധ്യതയുള്ള എവിടെയാണ്? രാത്രിയാണ്. മനസ്സിലായില്ലേ? അത് നമ്മൾ ചിന്തിക്കണില്ല. നമ്മളെ പിന്നെ ഖൗമിൻ്റെ അവസ്ഥ തന്നെ രാവ് ഫുള്ള് ഹയാത്താക്കുക. ഇനിയിപ്പോൾ റമദാൻ വരാൻ പോവുകയാണ്, ഇനി പോകണ്ടേ. പിന്നെ റമദാൻ വന്നാൽ പിന്നെ എന്താ പറയുക, രാത്രി ഷട്ടിൽ കോട്ട് ഉണ്ടാവും നമ്മളാൾക്ക്. പിന്നെ എന്ത് സോഡയാണ്, എന്തൊരു സോഡ ഉണ്ടല്ലോ, അതൊക്കെ റംസാനുകൾ വരാൻ പോവാണ്. ഇങ്ങോട്ട് അതിന് തറാവി കഴിഞ്ഞാൽ പിന്നെ അതിന് തിരക്കൂട്ടി ഇതന്നെ. റമദാൻ എന്ന് പറഞ്ഞാൽ കുറേ തിന്നണം, പിന്നെ സുബഹിസ്കരിച്ച് ഒറ്റ ഉറക്കാം. ഇതൊക്കെ നമ്മുടെ കൗമിൻ്റെ അവസ്ഥയാണ്. ഇപ്പം റമദാൻ വന്നാൽ കാണാം. പിന്നീട് അവസാനത്തെ 10 പിന്നെ തറാവിയും ഇല്ല, ഒന്നുമില്ല. 27 കഴിഞ്ഞാൽ പിന്നെ റമദാൻ കഴിഞ്ഞ്, 27 കഴിഞ്ഞാൽ പിന്നെ റമദാൻ ഇല്ലല്ലോ, പിന്നെ പർച്ചേസിങ് ആയി. അപ്പം രാത്രി നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. രാത്രി ആണ് അള്ളാഹുവിൻ്റെ, മാത്രമല്ല രാത്രി നിസ്കാരത്തെ സംബന്ധിച്ച് പുകഴ്ത്തി പറഞ്ഞതുകൊണ്ടാണ് ആളുകൾ ഏറ്റവും അശ്രദ്ധരാകുന്ന സമയമാണത്. രാത്രിൻ്റെ ഏറ്റവും അവസാന സമയം. അള്ളാഹുവിൻ്റെ അദാബുകൾ ഏറ്റവും ഇപ്പം മിഞ്ഞാന്ന് ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചു. ഞാൻ മുമ്പ് കഴിഞ്ഞ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഞാൻ ആർട്ടിക്കിൾ വായിച്ചു. ഹാർട്ട് അറ്റാക്ക് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യത ഉള്ളത് ഈ അവസാന ഭാഗത്താണ്. കാരണം ഏറ്റവും ബ്ലഡ് പ്രഷർ കൂടുന്ന സമയമാണതെന്ന്. ബ്ലഡ് പ്രഷർ കൂടുന്ന സമയമാണത് മനുഷ്യന്മാർക്ക്. രാത്രി ഈ സുബഹിൻ്റെ മുമ്പുള്ള കുറച്ച് സമയമുണ്ടല്ലോ, ആ സമയത്ത്. അപ്പോൾ രാത്രിയിൽ ഉറക്കത്തിൽ മരണങ്ങൾ സംഭവിക്കുന്ന അധികവും ആ സമയത്താണെന്ന്. അതായത് രാത്രി
രാവിലെ എണീക്കാത്ത മരണങ്ങളുണ്ടല്ലോ, അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ആ മരണങ്ങൾ അധികവും ആ സമയത്തായിരിക്കും. യശസ്കരിച്ച ഉടനല്ല, അത് രാത്രിയുടെ അവസാന സമയം. ഇപ്പം രാത്രി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സുക്കൂനുള്ള അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഇബാദത്തുകൾ ചെയ്യേണ്ട സമയമാണ്. അത് കളിതമാശാകാൻ പാടില്ല. ഇപ്പോഴത്തെ സെവൻസൊക്കെ നടക്കുകയാണ്. ഒരു വേദ വെച്ചൊക്കെയാണ്, ഒരു ഖുറാൻ ക്ലാസ് വെച്ചൊക്കെയാണ്, എത്ര ആൾക്കാരുണ്ടാവും. എന്നാൽ ഫുട്ബോൾ വെച്ചൊക്കെയാണ് രാത്രി 12 മണി വരെ ആ മഞ്ഞും കൊണ്ട് ഇരിക്കാവുന്ന ആളുകളാണ്. സുബഹിസ്കരിക്കാതെ കടന്നുകൊള്ളുകയും ചെയ്യും. എന്നിട്ട് അള്ളാഹു പറയുന്നു, അം ലഹും ആലിഹത്തുൻ തംനഉഹും മിൻ ദൂനിന. അപ്പോൾ അള്ളാഹുവിൻ്റെ അദാബ്, അവർ പരിഹസിക്കുന്ന അള്ളാഹുവിൻ്റെ അദാബ് അവർക്ക് വന്നു കഴിഞ്ഞാൽ, അം ലഹും ആലിഹത്തുൻ, അവർക്ക് വല്ല ഇലാഹുകളുമുണ്ടോ? ഈ പരിഹസിക്കുന്ന ആളുകൾക്ക് ഇലാഹുൻ എന്നുള്ള ജമ്മാണെന്ത്? ആലിഹത്ത്. ഇലാഹു എന്ന് പറഞ്ഞ ശരിക്കെന്താ അർത്ഥം? അലിഹ എന്ന് പറഞ്ഞാൽ അഭയം തേടി എന്നർത്ഥം. അലിഹ എന്നാണ് ഫീല്. അഭയം തേടുന്ന ശരിക്കിനർത്ഥം അലിഹ. അതാണ് ഇലാഹ്, അഭയം തേടപ്പെടുന്നവൻ. അലിഹ അലിഹ എന്ന് പറഞ്ഞാൽ അത് അലിഹ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒന്നിലേക്ക് അഭയം തേടി. ഇപ്പം നമ്മൾ അഭയം തേടുമ്പോൾ ശരിക്ക് പിന്നെ ആ പദം തന്നെ നോക്കുക. ആ ഭയം എന്ന് പറഞ്ഞാൽ എന്താ? ഭയമില്ലാത്തത്. മനസ്സിലായില്ലേ? അപ്പൊ ശരിക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഒറ്റ പദത്തിന് നമ്മൾ ചിന്തിച്ചു നോക്കി. ഭയമില്ലാത്തവനോടല്ലേ അഭയം തേടണ്ട്? അല്ലേ? ഭയമില്ലാത്ത ആർക്ക് മാത്രമേ ഉള്ളൂ? അള്ളാഹ്ക്കല്ലേ ഉള്ളൂ. ബാക്കി എല്ലാ സൃഷ്ടികളും അവരെ സംബന്ധിച്ച് ഭയപ്പെടുന്നവരല്ലേ? അല്ലേ? അമ്പിയാക്കന്മാരാണെങ്കിലും ഔലിയാക്കന്മാരാണെങ്കിലും എല്ലാവരും അവരെ സംബന്ധിച്ചെന്താണ്? ഭയമുള്ളവരാണ്. ശരിക്കും ആ അഭയം തേടുക എന്ന് പറഞ്ഞാൽ ഭയമില്ലാത്തവനിലേക്കാണ് അഭയം തേടേണ്ടത്. അതാണ് ശരിക്കും അലിഹ എന്ന് പറയുക. അപ്പൊ ഇലാഹ് എന്ന് പറഞ്ഞാൽ അഭയം തേടപ്പെടുന്നവൻ എന്ന, അഭയം തേടപ്പെടുന്നവൻ അത് അള്ളാഹുവാണ്. അതാണ് അതിൻ്റെ ജമ്മാണ് ആലിഹത്ത്. അപ്പൊ അവർക്ക് അഭയം തേടിത്തല്ലാൻ വേറെ വല്ലവരും ഉണ്ടോ? എങ്ങനെയുള്ള, എന്താണ് ഒരു പ്രത്യേകത? തംനഉഹും, അവരെ തടയുന്നു മിൻ ദൂനിന, നമ്മളിൽ നിന്ന്. അഥവാ അള്ളാഹുവിൻ്റെ ഒരു അദാബ് വന്നാൽ ആ അള്ളാഹിൻ്റെ അദാബിനെ തടുക്കാൻ വേറെ വല്ല ഇലാഹും ഉണ്ടോ? പക്ഷെ ഇതൊക്കെ ഇപ്പോൾ ഈ ആയത്തൊക്കെ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മക്കത്തെ മുശ്രിക്കിനോട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല പഠിച്ചാൽ നമുക്ക് ഉണ്ടെന്ന്. ഇപ്പോഴത്തെ കൗം പറഞ്ഞതെന്ന് വെച്ചാൽ അള്ളാഹ് കൊടുക്കാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൊടുക്കും. അങ്ങനെയാണ്. അള്ളാഹ് കുട്ടിനെ കൊടുക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ പടച്ചോനെ 2 കൊടുക്കുക. 1 കൊടുക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ 2 കൊടുക്കുക. 2 കൊടുക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ 4 കൊടുക്കുക. ഇതാണ് ആലയല്ല. ആലോചിക്കല്. അള്ളാഹ് ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങളെ തടുക്കാൻ അള്ളല്ലാത്ത ഏത് പടപ്പിനാ കഴിയുക? അള്ളാഹിനോട് തർക്കിച്ചൊരു കാര്യം പറയാൻ. അപ്പം അള്ളാഹുവിൻ്റെ ശിക്ഷ വരുമ്പോൾ ഒരു മനുഷ്യനും തടുക്കാൻ കഴിയില്ല. ഒരു ഇലാഹുനും തടുക്കാൻ കഴിയില്ല. ഒരു ഇലാഹും തടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പിന്നെ എന്താ പറയുക, ഈ പ്രളയം വരുമ്പോഴും അതുപോലെ തന്നെ മറ്റു സംഗതികളൊക്കെ വരുമ്പോഴും, പിന്നെ ഇപ്പോൾ ഈ ഒരു പ്രളയം മമ്പുറത്ത് വെള്ളം കയറിയല്ലോ, മമ്പുറത്ത് വെള്ളം കയറി. ഇപ്പം സാധാരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ ഇല്ലാഞ്ഞാൽ കുട പിടിച്ചുന്ന സ്ഥലമാണ് പിന്നെ മമ്പുറത്തെ കൊടി എടുത്തുകൊണ്ടാണ് സാധാരണ പിന്നെ വെള്ളം ഇല്ലെങ്കിൽ പോകല്. പക്ഷെ ആ വെള്ളം ഓവറായിട്ട് തടുക്കാൻ എന്ത് ചെയ്യണില്ല? കഴിയണില്ല. ഇവിടെ അങ്ങോട്ട് വരണ്ട അറിയണം. അപ്പോൾ പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ അള്ളാഹിൻ്റെ പള്ളി വെള്ളം കയറിയില്ലേ? അതാണ്. എത്രയോ പള്ളിയിൽ വെള്ളം കയറിയില്ലേ? അപ്പോൾ ജാറത്ത് വെള്ളം കയറി കുഴപ്പമുണ്ടോ? അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പള്ളിയിൽ വെള്ളം കയറാൻ അള്ളാഹ്ക്ക് തടുക്കും ചെയ്യാം, തടുക്കാതിരിക്കും ചെയ്യാം. അള്ളാഹിൻ്റെ ഇഷ്ടമാണ്. പക്ഷെ ഈ ആളുകൾക്കൊക്കെ വലിയ അഭയം കൊടുക്കുന്ന ആളാണെങ്കിൽ ആ നിങ്ങളുടെ അടുത്തേക്ക് വെള്ളം കയറുമ്പോൾ ഏറ്റവും തിരിക്ക് ഇതാ അവിടെ നിന്നോ എന്തെങ്കിലും പറയണ്ടേ? മാത്രമല്ല ഇപ്പം നിങ്ങൾ ആലോചിക്കും, ഇപ്പോൾ അവിടെ തിരൂര് ആന അടഞ്ഞ് എന്തൊരക്രമപ്പോൾ യാഹൂത്തങ്ങൾ ചെയ്തിട്ടുണ്ടാകുക. മുമ്പെന്ന് മൂപ്പർക്ക് ആന പിടിച്ചെടുത്താൻ കഴിയൂലേ? ഓലെ വിശ്വാസപ്രകാരം എന്താ? ഓലെ വിശ്വാസപ്രകാരം യാഹൂത്തങ്ങൾക്ക് അപ്പോൾ പിന്നെ യാഹൂത്തങ്ങളെ പേര് കഥ തന്നെ ഉണ്ട്. ആന സംസാരിച്ചതും
ആന മതം ഇളകിയപ്പോൾ നിർത്തിയൊക്കെ കഥ യാഹൂദങ്ങൾ വരലുണ്ട്. ഖുറാഫിമാർ തട്ടിയില്ല. അതിപ്പോൾ ഈ മതം ഇളകുമ്പോൾ ഒരു പുറത്തൊക്കെ പറയില്ല. അത് കുറച്ച് കഴിഞ്ഞ് ആളുകളൊക്കെ മറന്നാൽ അപ്പോൾ ആ കഥ വരും. ശരിക്കും യാഹൂദങ്ങളുടെ പേരിൽ കഥനുണ്ട്. ആന മതം ഇളകിയപ്പോൾ പിടിച്ചു നിർത്തിയൊക്കെ. അപ്പോൾ മൂപ്പർക്ക് കഴിയും. അപ്പോൾ എന്നിട്ടൊക്കെ ചെയ്യാത്തതുകൊണ്ട് എന്തായി? ഒരു കുറ്റക്കാരനായില്ലേ? നമുക്കൊരു പടപ്പിന് ഒരു പ്രവർത്തനം ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യാതിരുന്ന ആളെ കുറ്റക്കാരനാവുമല്ലോ. അപ്പം അള്ളാഹുവിൻ്റെ അദാബ് വന്നാൽ ശരിക്കും കൈയും കെട്ടി നോക്കിക്കല്ലാതെ ഒന്നും അവർക്ക് ചെയ്യാൻ കഴിയും. അതാണ് അള്ളാഹു പറഞ്ഞില്ല, അം ലഹും ആലിഹത്തുൻ തംനഉ മിൻ ദൂനിനാ ലാ യസ്തതീഊന നസ്റ അൻഫുസിഹിം. സ്വന്തം നഫ്സിനെ പോലും തടുക്കാൻ അവർക്ക് സാധിക്കുകയില്ല. ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇബ്രാഹിമിന് ശേഷം വരുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ എല്ലാത്തിനും കൊത്തി റെഡിയാക്കിയില്ലേ? എന്നിട്ട് എന്ത് ചെയ്ത്? വലിയ ആളെ കൗത്തിലാണ് കൊണ്ടിട്ട്. അതിനുശേഷം വരുന്നുണ്ട് ഇബ്രാഹിം നബിൻ്റെ കഥ ഇതിൽ ഈ സൂറത്തിൽ തന്നെ വരുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ഒരു ലാ യസ്തതീഊന നസ്റ അൻഫുസിഹിം, അവർക്ക് വരുന്ന പ്രയാസങ്ങൾ തടുക്കാൻ അവർക്ക് സാധിക്കുകയില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ ഏത് ഇലാഹ് ആയിട്ട് ഇപ്പം ഏത് മതത്തിലായിക്കോട്ടെ, ഇപ്പം ശ്രീകൃഷ്ണനാണെങ്കിലും അതുപോലെ തന്നെ പിന്നെ അർജുനാണെങ്കിലും ഒക്കെ അവിടെ തന്നെ പോരും. അങ്ങനത്തെ അവസ്ഥ ആളൊന്നും ഇല്ല കേട്ടോ, അതൊക്കെ വെറുതെ പറയാം. അതൊക്കെ ഇനിയിപ്പോൾ അങ്ങനത്തെ ഈ കഥയാണെങ്കിൽ പോലും ആ കഥയിൽ പോലും ഈ അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. എന്തിനാ ശിഖണ്ഡിനെ മുന്നേ നിർത്തിക്കാണ്ട് യുദ്ധം ചെയ്യണത്? അതുപോലെ തന്നെ പിന്നെ ഇപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. ആ റസൂലുള്ളാഹിക്ക് ജീവിതത്തിൽ പ്രയാസം വന്നിട്ടില്ലേ? ഉണ്ടല്ലോ. ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. എങ്ങനെ ബദരീങ്ങൾ ചെയ്തായത്? ബദരീങ്ങൾ ചെയ്തായത് തൻ്റെ പിറകിലൂടെ വരുന്ന വെട്ട് തടുക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ ചെയ്തായത്. ആ ബദരീങ്ങളിൽപ്പെട്ട ആളാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തേറ്റുകൊണ്ടല്ലേ മരിച്ച് അല്ലേ? അപ്പം ആ കുത്തടുക്കം ഉമറുള്ളാഹിന് കഴിഞ്ഞെങ്കിൽ ഉമറുള്ളാഹിന് തടുക്കൂലേ? തടുക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ കുത്തിട്ടിയേ. അലി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് മരിച്ചത്? അലി റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് മരിച്ചത്? ഒക്കെ ബദരീങ്ങളിൽപ്പെട്ട ആൾക്കാരാണ്. അബൂ ഉബൈദ ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു ഷാമിൽ നിന്ന് മരിച്ചു, പ്ലേഗ് രോഗം ബാധിച്ചിട്ട്. ഉമറുള്ളാഹിനോ? ഉസ്മാൻ റളിയല്ലാഹു ബദൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും അദ്ദേഹം ബദരീങ്ങളാണ്, ബദലിൽപ്പെട്ട. കാരണം ഉർഖിയ റളിയല്ലാഹു അൻഹുവിൻ്റെ പരിചരിക്കാൻ വേണ്ടിയിട്ട് റസൂൽ അദ്ദേഹം പ്രത്യേകം നിയോഗിച്ചതാണ്. അദ്ദേഹം ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. ബദർ യുദ്ധത്തിൻ്റെ ഗനീമത്ത് സ്വത്ത് അദ്ദേഹത്തിന് ചെയ്തിട്ടുണ്ട്, നൽകുകയും ചെയ്തിട്ടുണ്ട്. കാരണം റസൂലുള്ളാഹിൻ്റെ മകളെ രോഗമായ അവസ്ഥയിൽ യുദ്ധത്തിൻ്റെ അവസ്ഥയിൽ അദ്ദേഹം അവർ മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് അള്ളാഹു പറഞ്ഞത്, ലാ യസ്തതീഊന നസ്റ അൻഫുസിഹിം, സ്വന്തത്തിന് തന്നെ പ്രതിരോധം തീർക്കാൻ അവർക്ക് എന്ത് ചെയ്യൂല? സാധിക്കൂല. ഇപ്പോൾ ഈ പിന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ക്രൂശിച്ചു എന്നുള്ള ക്രിസ്ത്യാനികളുടെ വാദം അല്ലേ? ക്രിസ്ത്യാനികളുടെ വാദം എന്താ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുരിശിലേറി. അപ്പൊ ഈസാ നബി ദൈവമാണെങ്കിൽ ആ കുരിശിലേറുന്നത് ഈ തടുക്കാൻ ഈസാ നബിക്ക് കഴിയൂലേ? ഓരോ വാദപ്രകാരം കഴിയൂലേ? നിങ്ങൾ ആലോചിക്കും കേട്ടോ, ആ കുരിശ് പിന്നെ തോളിട്ടെടുക്കുക. യഥാർത്ഥത്തിൽ അതിനും വലിയ ലോകത്ത് പൊട്ടത്തരം വേറെ എന്താണുള്ളത്? തങ്ങളുടെ പടച്ചോൻ കുടുങ്ങിക്കിടക്കുകയാണ്. എവിടെ? കുരിശിൽ. ഏതൊരു ബൈബിളിൽ തന്നെ കാണാം, പിന്നെ പടച്ചോനെ നീ എന്നെ രക്ഷിക്കുന്നില്ലേ എന്ന് ആര് ചോദിക്കുന്നുണ്ട്? ഈസാ നബി അലൈഹി സ്വലാം ചോദിക്കുന്നുണ്ട്. ഒറിജിനൽ ഈസാ നബിയുടെ ഈസാ നബി ഒന്നാൾ പറഞ്ഞു. പക്ഷെ അവിടെ വാദപ്രകാരം പോലും ഇത് മഅഖൂലല്ല ഞാൻ പറഞ്ഞു. അതാണ് ലാ യസ്തതീഊന നസ്റ അൻഫുസിഹിം എന്ന് പറഞ്ഞു. സ്വന്തത്തെ തന്നെ തടുക്കാൻ കഴിയാത്തവരാണ് ഇതൊക്കെ ഇലാഹാക്കി വെച്ചിട്ടുള്ളത്. കാര്യം ഏത് പടപ്പിനെ സംബന്ധിച്ചോ അതും അത് ഇലാഹല്ല, അഥവാ അഭയ കേന്ദ്രമല്ല. മാത്രമല്ല വലാഹും, അവരുമല്ല. അപ്പം അള്ളാഹുവിൻ്റെ അടുക്കൽ ശിക്ഷ വന്നാൽ ആ ശിക്ഷയെ തടുക്കാൻ ഒരു പടപ്പിനും അവർക്ക് സാധിക്കുകയില്ല. ഇത് പിന്നെ അള്ളാഹുവിൻ്റെ ദീനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകളുടെ ദീനിനെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാം. അപ്പം അവരുടെ വിഗ്രഹങ്ങൾ യഥാർത്ഥത്തിൽ ആരുണ്ടാക്കിയതാ? സ്വയം ഉണ്ടായതല്ലല്ലോ. അപ്പോൾ ഈ പിന്നെ ഹനുമാന്റെ കോലം എങ്ങനെയാകണമെന്ന് ആരാ തീരുമാനിച്ചത്? ഹനുമാൻ ഉണ്ടാക്കിയവന് അല്ലേ? അപ്പോൾ ഇത് ഈസാ നബിൻ്റെ ചിത്രമാണെന്നുള്ളത് ആരാണ്ടാക്കിയത്? ഇവരുണ്ടാക്കി. പണ്ട് മംഗലാപുരത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്ത് അവിടെ ക്രിസ്ത്യൻ സ്കൂളിൽ പിന്നെ
പഠിക്കണ മംഗളത്തിൽ മാംഗ്ലൂർ സിറ്റി അധികം ക്രിസ്ത്യൻസ് ആണല്ലോ. കേരളത്തിൽ നിന്നല്ല, എവിടെയും ഇന്ത്യയുടെ പ്രധാന സിറ്റികളിലൊക്കെ ക്രിസ്ത്യൻസിനെ ആവശ്യമുണ്ടാകും. കാരണം പോലെ വല്യാപ്പാരനെല്ലാം ഇവിടെ ഉണ്ടായിന് ബ്രിട്ടീഷുകാർ. പോകുമ്പോൾ ഓർക്കാണ് കൊടുത്തു പോയത്. അപ്പോൾ അവിടുത്തെ നമ്മുടെ പ്രവർത്തകൻ്റെ കുട്ടി കുറച്ച് താടി വെച്ചിരുന്നു സ്കൂളിൽ വരുമ്പം. PUC എന്ന് പറഞ്ഞിട്ട് +2. അപ്പോൾ പ്രിൻസിപ്പൾ വിളിപ്പിച്ചു, ഇവിടെ താടി വെക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ അവിടെ യേശുവിൻ്റെ ഫോട്ടോ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ യേശുവിന് താടി വെക്കാമെങ്കിൽ എനിക്കെന്തുകൊണ്ട് താടി വെച്ചുകൂടാ? അതുപോലെ യേശുവിന് താടിൻ്റെ ആ ചിത്രം അത് ഒറിജിനൽ ചിത്രമല്ല, അതൊക്കെ ഒരു കലാകാരൻ ഉണ്ടാക്കിയ ചിത്രമാണ്. അപ്പോൾ ആ യേശുവിന് താടി വെക്കാമെങ്കിൽ എനിക്കെന്തുകൊണ്ട് എന്ത് ചെയ്തൂടാ? താടി വെച്ചുകൂടാ. അപ്പോൾ ഞാൻ യേശുവിൻ്റെ പാത പിൻപറ്റുകയാണ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ യേശുവിൻ്റെ പാത പിന്നെ എല്ലാ പ്രവാചകന്മാരും താടി സുന്നത്താനുള്ള താടി നമ്മുടെ തെറ്റനെ അവൻ്റെ ഈലത്ത് പ്രയോഗിച്ചതാണ്. മനസ്സിലല്ലേ? അപ്പം എന്താ വെച്ചാൽ അവർക്ക് തന്നെയും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അവർ പ്രചരിപ്പിക്കുന്ന ഇത് തന്നെയും യഥാർത്ഥത്തിൽ ഈ ആയത്തിൻ്റെ ശരിക്കുള്ള വ്യാഖ്യാനമല്ല. സത്യോഹന നസറ. ഇപ്പം ഈ ലോകത്ത് ഉള്ള ഏത് മനുഷ്യ ദൈവങ്ങളെ നിങ്ങൾ എടുത്തു നോക്കി, അവർക്കൊക്കെ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടാവുമല്ലോ അല്ലേ? ഓല വിശ്വാസം എന്താ? ഓലാണ് എല്ലാവരും സംരക്ഷിക്കണം. പക്ഷെ ഓലെ സംരക്ഷിക്കാൻ എന്ത് ചെയ്യണം? പോലീസ് വേണം. മനസ്സിലായില്ലേ? അപ്പം ഇന്ന് തന്നെ മനസ്സിലാക്കുക, അവർക്ക് അള്ളാഹുവിൻ്റെ ഈ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ലാ യസ്തതിഊന നസ്റ അൻഫുസിഹിം വലാ ഹും മിന്നാ യുസ്ഹബൂൻ. മാത്രവുമല്ല അവർ ഒരിക്കലുമല്ല നമ്മിൽ നിന്ന് യുസ്ഹബൂന സഹായം നൽകപ്പെടുന്നവർ. സഹിബ എന്ന് പറഞ്ഞാൽ കൂടെ ഉണ്ടാകുന്ന അർത്ഥം. സഹിബ യസ്ഹബു എന്നാണ് അർത്ഥം. സഹിബ എന്ന് പറഞ്ഞാൽ കൂടെ കൂടി, അതാണ് സാഹിബ്. സഹാബി എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ മുളാരിയാണ് യസ്ഹബു. അതിൻ്റെ മജ്ഹൂലാണ് യുസ്ഹബു എന്നുള്ളത്. യുസ്ഹബു എന്ന് പറഞ്ഞാൽ സ്വാഹിബാക്കപ്പെടുകയില്ല. വലാ യുസ്ഹബൂൻ എന്ന് പറഞ്ഞാൽ അവർ സ്വാഹിബ് എന്ന് പറഞ്ഞാൽ സഹചാരി. അപ്പോൾ നമ്മിൽ നിന്നൊരു സഹചാരിയാക്കപ്പെടുന്നവർ, നമ്മിൽ നിന്നൊരു സഹായം അവർക്കുണ്ടാവുകയും ഇല്ല. അപ്പം അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നാൽ അള്ളാഹ് അവരെ സഹായിക്കൂല, അവർക്ക് സ്വന്തം തന്നെ അവർക്ക് ഒന്നും ചെയ്യാനും സാധിക്കുകയില്ല. ഇതാണ് അള്ളാഹ്. അത്രയും ദുർബലരായ ആളുകളെയാണ് ഈ ആളുകൾ അള്ളാഹുവിൻ്റെ പുറമെ ഇലാഹാക്കി വച്ചിരിക്കുന്നത്. എന്നിട്ട് ആ ഇലാഹുകൾക്ക് വേണ്ടിയാണ് ഇവരാരെ പരിഹസിക്കണത്? പ്രവാചകന്മാരെ പരിഹസിക്കണം. അതാണ് രസം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അത്രയും ദുർബലരായ ആളുകളെ ഇലാഹാക്കി വെച്ചിട്ട് എതിരെ ശക്തനായ പടച്ചവരുടെ പ്രവാചകന്മാരെന്ത് ചെയ്യുക? പരിഹസിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. അതാണ് വലാഹും അവർ അല്ലതാനും മിന്ന നമ്മളിൽ നിന്ന് യുസ്ഹബൂന സഹായം ലഭിക്കുന്നവർ, അല്ലെങ്കിൽ സാമീപ്യം കിട്ടിയവർ. നമ്മുടെ ഉദ്ദേശങ്ങൾ എന്ന് വെച്ചാൽ അള്ളാഹിൻ്റെ സഹായമാണ് ഉദ്ദേശം. അള്ളാഹുവിൻ്റെ സുഹബത്ത് നമ്മിൽ നിന്ന് അവർക്കുണ്ടാവുകയും ഇല്ല. അപ്പോൾ വിശ്വാസികളായ ആളുകൾക്ക് അത് ഉണ്ടാവുള്ളൂ, അള്ളാഹുവിൻ്റെ സഹായം അവർക്ക്. അപ്പോൾ സഹിബ അതാണ്. സഹാബി എന്ന് പറഞ്ഞാൽ എന്താ? റസൂലുള്ളാഹിൻ്റെ കൂടെ ജീവിച്ചതാണ് സഹാബി. അതാണ് സാഹിബ്. സാഹിബ് എന്ന് പറഞ്ഞാൽ സഹചാരി, ഒപ്പം നടക്കുന്ന ആളെന്നൊക്കെയാണ് അർത്ഥം. അപ്പം ഇതാണ് ഈ ആയത്തിൽ. ഇനി അല്ലാഹു പറയും ബൽ എന്നാൽ മത്തഅന നാം അവർക്ക് മത്താഅ നൽകിയിരിക്കുന്നു. ഹൗലായി വ ആബാഅഹും ഇവർക്കും അവരുടെ പിതാക്കന്മാർക്കും. ഇത് ആർക്ക്? ഈ അള്ളാഹുവിൻ്റെ ദീനിനൊക്കെ പരിഹസിച്ച് നടക്കുന്ന ആളുകൾക്ക് ചില മത്താഅകൾ നാം കൊടുക്കും. മത്തഅന എന്ന് പറഞ്ഞാൽ മത്താഅ എന്ന് പറഞ്ഞാൽ ഇപ്പം ഹജ്ജ്. ഇപ്പോൾ അതാണ് തമത്താഅ എന്ന് പറഞ്ഞാൽ സുഖമെടുക്കുക എന്നാ തമത്താഅ. ഇപ്പോൾ ഹജ്ജിൽ തമത്തു ഉണ്ട്. ഹജ്ജിൽ തമത്തു ഹജ്ജില്ലേ ഇല്ലേ? ഹജ്ജ് എത്ര തരമുണ്ട്? 3 തരം ഹജ്ജുണ്ട്. ഒന്ന് ഖിറാൻ, ഇഫ്രാദ്, തമത്തു. ഇതാണ് 3 ഹജ്ജ്. ഖിറാന്, ഇഫ്രാദ്,
തമത്തു. ഇഫ്രാദ് എന്ന് പറഞ്ഞാൽ ഹജ്ജ് മാത്രം ചെയ്യുക, അതിൻ്റെ കൂടെ ഉംറയില്ല. ദുൽഹിജ്ജ് 8 ഇഹ്റാം കെട്ടുക, നേരെ മിനായി പോവുക, അറഫ പോവുക, മിനുത്ത എന്ന് പറഞ്ഞാൽ ഹജ്ജ് മാത്രം ചെയ്യും. ഇഫ്രാദ് എന്ന് പറഞ്ഞാൽ അഫ്രദ് ഇഫ്രന്ന് ഒറ്റപ്പെടുത്തുക, ഹജ്ജ് മാത്രം ഒറ്റപ്പെടുത്തുക. ഖിറാൻ എന്ന് പറഞ്ഞാൽ ഹജ്ജും ഉംറയും ഒന്നിച്ച് ചെയ്യുക. എന്നാൽ ദുൽഹിജ്ജ് 8 തന്നെ ഇഹ്റാം കെട്ടിയിട്ട് ആദ്യം ഉംറ ചെയ്യുക, ഉംറ ചെയ്തിട്ട് നേരെ ഇഹ്റാം അഴിക്കാതെ നേരെ ഹജ്ജിലേക്ക് പ്രവേശിക്കുക. അതാണ് ഖിറാൻ. ഇതൊക്കെ ജായിസാണ്. തമത്തു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോണ പോലെ ചെയ്യണം. ആദ്യം ഹജ്ജിന് ഇഹ്റാം കെട്ടി നിയത്തിച്ച് പോവുക, ഇതിന് ആദ്യം ഉംറ ചെയ്യുക, എന്നിട്ട് തഹല്ലുലാകുക, എന്നിട്ട് ദുൽഹിജ്ജ് 8 എന്ത് ചെയ്യുക, വീണ്ടും ഇഹ്റാം കെട്ടുക. അപ്പൊ തമത്ത എന്ന് പറഞ്ഞാൽ സുഖം അനുഭവിക്കുക എന്നർത്ഥം. അതാണ് മത്താ എന്ന് പറഞ്ഞാൽ എന്താ? ദുനിയാവിൻ്റെ സുഖങ്ങൾ. അപ്പൊ മത്തഅന എന്ന് പറഞ്ഞാൽ നാം അവർക്ക് ദുനിയാവിൻ്റെ സുഖങ്ങൾ കൊടുത്തിരിക്കുന്നു. ഹൗല ഇവർക്കും വാബാഹും അവരുടെ ബാപ്പക്കാരന്മാർക്കും. അതാണ് മത്താന. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തുകൾ കാഫിറിനും കിട്ടും, അള്ളാഹിനെ പരിഹസിക്കണമെന്നും ചിലപ്പോൾ കിട്ടും. അതെന്തിനാണ്? ഹത്താ ത്വാല അലൈഹിമുൽ ഉമറു, അവർക്ക് ഉമറുകൾ വർദ്ധിക്കാൻ എന്ന് പറഞ്ഞാൽ അവരുടെ കാലം കുറച്ചുകൂടി നീളട്ടെ. അതിനാണ് ഇസ്തിദ്റാജ് എന്നുള്ള പറയാം. ഇസ്തിദ്റാജ്, അതായത് ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഘട്ടം ഘട്ടമായി പിടികൂടുക. അതാണ് ഇസ്തിദ്റാജ്. ഇസ്തിദ്റാജ് എന്ന് പറയാം. ഇസ്തിദ്റാജ് അതായത് സനസ്തദ്രിജും നഹിദലായാലും എന്ന് പറഞ്ഞാൽ, അപ്പൊ കാഫിരികളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലൊക്കെ കിട്ടുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ഇസ്തിദ്റാജിന്റെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് സമയം നീട്ടിക്കൊടുക്കുക. കുറച്ചുകൂടി കിട്ടിയാൽ കുറച്ചുകൂടി അതാപാടെ കൂടും. ശരി, ഒരു നിഅമത്ത് അവർ അധികം ആസ്വദിച്ചു കഴിഞ്ഞാൽ അത്രയും അതാബന്ധിയും അവിടെ കൂടും. ഇപ്പൊ ഇബ്ലീസിന് എത്ര ആയുസത്ര കൊടുത്താണ്? അതിന് മുമ്പില്ലേ? അവൻ മരിച്ചണോ? ഇല്ലല്ലോ. അതെന്തിനാണ്? അവൻ അതാബ് കൂടാൻ. അതൊരു പരീക്ഷണ ഫിത്തന. അപ്പൊ ഇവിടെ മത്തഅനായി നാം അവർക്ക് വിഭവങ്ങൾ കൊടുത്തിരിക്കുന്നു. ദുനിയാവിൽ ഒരുപാട് വിഭവങ്ങൾ നമ്മൾ കൊടുത്തു. വാബാവും അവർക്ക് മാത്രമല്ല, ഇവിടെ പിതാക്കന്മാർക്കും. ഹത്ത ഏതുവരെ? ത്വാല അലൈഹിമുൽ ഉമറു. ഉമർ എന്ന് പറഞ്ഞാൽ വയസ്സ്. ഉമർ എന്ന് പറഞ്ഞാൽ വയസ്സെന്നർത്ഥം. ത്വാല എന്ന് പറഞ്ഞാൽ നീണ്ടുപോയി. ത്വാല അതാണ് തൊവീൽ. തൊവീൽ എന്ന് പറഞ്ഞാൽ എന്താ? നീളമുള്ളത്. അതിൻ്റെ വിപരീതമാണെന്ത്? കസീർ. കസീർ എന്ന് ചുരുങ്ങിയത്. അപ്പൊ ത്വാല അലൈഹിമുൽ അമദു, ത്വാല അലൈഹിമുൽ ഉംറു, അവർക്ക് കാലം ഒരുപാട് ദീർഘിച്ചു. അങ്ങനെ ഒരുപാട് ആസ്വാദനങ്ങൾ അവർ ആസ്വദിച്ചുകൊണ്ട് ജീവിച്ചു. അപ്പോൾ ഭൂമിയിൽ ഒരു കാഫിറിന് കിട്ടുന്ന ആസ്വാദനങ്ങളും യഥാർത്ഥത്തിൽ അള്ളാഹ് അവനെന്ത് ചെയ്യണമാണ്? കൊടുക്കണ തന്നെയാണ്. അതെന്തിനു വേണ്ടിയാ? ഓന് പരീക്ഷണം, രണ്ടാമത് വിശ്വാസികൾക്കും പരീക്ഷണം. ഇപ്പൊ ഖാറൂന് അള്ളാഹ് സമ്പത്ത് കൊടുത്തില്ലേ? മൂസാ നബിൻ്റെ കാലത്ത് മൂസാ നബിക്ക് കൊടുത്തോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ചില ആൾക്കാർ പൂതിണ്ട്, പഠിച്ചോനെ യാലയത്തിന് എന്താണ് മുസ്ലിമ ഊത്തിയ ഖാറൂന് കിട്ടിയപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വേറെ വേണ്ട. മനസ്സിലായില്ലേ? അങ്ങനെയുണ്ടോ? സമ്പത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ മാലു എന്ന് പറഞ്ഞാൽ തന്നെ മാലയിൽ നിന്നുണ്ടായതാണ്. മാല എമീൽ പറഞ്ഞാൽ എന്താ? ചാഞ്ഞു നോക്കുക. അപ്പോൾ സമ്പത്ത് ഞമ്മക്ക് പ്രയാസവും കാഫിര്യങ്ങൾക്ക് സുഖം ഉണ്ടാവുമ്പോൾ ആർക്കും എന്തുണ്ടാവും? ഒരു തോന്നലുണ്ടാവും, വേണ്ട അത്യാവശ്യത്തിന് മതി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ, പിന്നെ മൂസാ നബിയോട് പറഞ്ഞത്. ഹത്താ ത്വാല അലൈഹിമുൽ ഉമറു, ആ ഉമർ അവരിൽ നിന്ന് നീണ്ടു പോകുന്ന അവസ്ഥ ഉണ്ടായി. അപ്പൊ അതുവരെ നാം അവർക്ക് ആയുസ് നീട്ടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ബാക്കി അടുത്ത അഫലാറോനാനത്തിലാർന്ന് കുറച്ച് അധികം വിശദീകരിക്കാണ്ട് 2-3 വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഭൂമി അതിൻ്റെ ഭാഗത്തുനിന്ന് ചുരുങ്ങി വരിക എന്നുള്ളതിൻ്റെ ഉദ്ദേശം. അത് ചില വിശദീകരണങ്ങൾ വേറെ അധികം പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കാം. അപ്പോൾ ഇവിടെ മത്തഅന ഹൗലായി വആബാഅഹും ഹത്താ ത്വാല അലൈഹിമുൽ ഉമർ, അവർക്കും അവരുടെ പിതാക്കന്മാർക്കും നാം, അബിൻ്റെ ജമ്മാണ് ആബാഉൻ, അബുൻ എന്നതിൻ്റെ ജമ്മാണ്
ആബ. അപ്പം ആബാഉൻ എന്ന് മാത്രം പറഞ്ഞാൽ അതിലെന്ത് വിട്ടു? ഉമ്മയും വിട്ടു, വാപ്പയും വിട്ടു. അബുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വിട്ടു? ഉമ്മയും വിട്ടു, ബാപ്പയും വിട്ടു. അവിടെ എന്തുകൊണ്ടാണ് ഉമ്മയും ബാപ്പയും ഉമ്മയും കൂടി പെടുമ്പം അബു മാത്രമേ പറയുള്ളൂ? എന്തുകൊണ്ടാ? അർരിജാൽ ഖവ്വാമുന അലൻ നിസാ, പുരുഷന്മാരാണ് സ്ത്രീകളെക്കാൾ. ആദ്യം ഉണ്ടാക്കിയ ആദം നബീനാണോ ഹവ്വാ ബീവിനെയാണോ? എന്താ ആദം നബീനല്ലേ? സംശയമുണ്ടോ? മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കി, അതും കൂടി പറഞ്ഞ് നിർത്താം. ഇപ്പം നമ്മൾ സർഫാക്കൂലേ, ഫീല് സർഫാക്കുമ്പം ആദ്യം നസറ എന്നാണോ പറയാ? ഇപ്പൊ ഫാലെന്ന്, ഇപ്പൊ നസറ എന്നാണോ പറയാ? നസറത്ത് എന്ന് പറയാ? നസറ എന്നല്ല പറയാ. നസറൂന്ന് കഴിഞ്ഞിട്ടല്ലേ പിന്നെ നസറത്ത് പറയുള്ളൂ അല്ലേ? എന്തുകൊണ്ടാ? ആണെന്നെ മുന്നില്. ഇനിയിപ്പോൾ പെണ്ണുങ്ങൾ വേച്ചാറായിട്ട് കാര്യമില്ല. ഇനി പെണ്ണുങ്ങൾ പുതിയ സർഫ് ഉണ്ടാക്കണ്ടേ? നസറത്ത്, നസറത്ത, നസറിന, നസറിന് അങ്ങനെ ഉണ്ടാവോ? ഇല്ല. അപ്പൊ നസറ എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ ചെയ്തു എന്നാ. അപ്പൊ അവൻ പുരുഷൻ, 2 പുരുഷന്മാർ 3 പുരുഷന്മാർ ചെയ്തിട്ടേ പിന്നെ സഹായിച്ചിട്ടേ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു പെണ്ണിന്. അതൊരു ഫിത്രത്തിലുള്ളതാണ്. നമ്മൾ പിന്നെ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം ആണും പെണ്ണും തുല്യമാക്കണം ചില ആൾക്കാർ. നമ്മുടെ ഇക്വാലിറ്റി വേണം. അപ്പം ഇതൊക്കെ എന്താ കാട്ടുക? പിന്നെ ഇപ്പം ഹുവ ഹുമാഹും ഹിയ ഹുമാഹുൻ അവർക്ക് പൊളിച്ചേണ്ടി വരുമല്ലോ. ഹാദ ഹാദിഹി, ആണിന് വേറെ പെണ്ണിന് വേറെയാണ്. ദാലിക്ക തിൽക്ക, അതൊക്കെ പൊളിക്കണ്ടേ? ഇതൊക്കെ ഇപ്പോൾ ഒന്നാക്കി കഴിഞ്ഞാൽ എന്താ കാട്ടുക? അപ്പം ഭാഷ പ്രകൃതിയിൽ തന്നെ ആണും പെണ്ണും തന്നെയാണ്, വേറെയാണ്. മാത്രമല്ല, ആണിന് പെണ്ണിനേക്കാൾ ശ്രേഷ്ഠത ഉണ്ടാണ്. അത് അള്ളാഹ് കൊടുത്തത്. അതുകൊണ്ടാണ് ആ ഉമ്മയും ബാപ്പയും ഒന്നിച്ചുണ്ടാവുമ്പോൾ അള്ളാഹ് എന്തേ പറയുള്ളൂ? ആബ എന്ന് പറയുള്ളൂ. ശരിയല്ലേ? പിന്നെ ഉമ്മഹാത്തിന് ബാപ്പ പെടാത്ത വിഷയം പറയുമ്പോഴേ ഉമ്മഹാത്തും എന്തേ ഉള്ളൂ പറയുള്ളൂ. അവിടെ ആബാവും എന്ന് പറഞ്ഞാൽ വാപ്പയും ഉമ്മയും എല്ലാവരും എന്ത് ചെയ്തതിൽ പെട്ടു. അതാണ് എൻ്റെ വിഷയം. പക്ഷേ ബാക്കി നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹി വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.